ആദ്യം ഇങ്ങനെ ആൾക്കാരുടെ ഒരു മനസ്സ് ഇങ്ങനെ മനസ്സിലാക്കുക, ചില കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്യുക. അപ്പം ഹൈ എവിടെയാണെന്ന് എനിക്കറിഞ്ഞൂടാ. കയ്യടി ഒരു ഹൈ ആയിരിക്കാം. ഇപ്പോൾ ചില കഥകളൊക്കെ ആദ്യം പണ്ട് കേട്ടിട്ടുള്ള കഥകളൊക്കെ ഇപ്പോൾ അത് ഷോ ആക്കാൻ പറ്റുമെന്ന് ആദ്യം ചിന്തിക്കും. അതെ. പക്ഷെ അത് ആക്കാൻ പറ്റില്ല എന്ന് ആദ്യം തോന്നും. പക്ഷെ ഇത് ആക്കാൻ പറ്റുന്നൊരു സ്റ്റേജിലെത്തും. ചിന്തിച്ച് അതെ. ചിന്തിച്ച് വർക്ക് അതെ. ചെയ്ത് ആ സമയത്ത് ഫോൺ പോലും ചിലപ്പോൾ ആദ്യം ഓഫ് ചെയ്ത് വെക്കും. അതെ. എന്നാൽ അങ്ങനെ ഒരു മാനസത്തിലേക്ക് പോകും. പക്ഷെ അതിലെവിടെയാണ് അത്തരം ഹൈ ആദ്യം കിട്ടുന്നത്? എവിടെ എത്തുമ്പോഴാണ്? എത്തിക്കുമ്പോഴാണോ? അത് തോട്ട് ഇങ്ങനെ വർക്ക് ചെയ്ത് പോവാമെന്ന് ചിന്തിക്കുമ്പോഴാണോ? എപ്പോഴാണ് ആ ഒരു ഹൈ കിട്ടുക? ഷോ കാണുമ്പോൾ നിങ്ങൾക്ക് സാധാരണ ഷോ കാണാം. യു ഡോണ്ട് നീഡ് ടു ബി ലൈക്ക് ഭയങ്കര എഡ്യൂക്കേഷണലി അല്ലെങ്കിൽ ഇന്റലക്ച്വൽ അങ്ങനെയൊന്നുമില്ല. ആർക്കും ഷോ എൻജോയ് ചെയ്യാം. പക്ഷെ പല ലെയറിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അങ്ങനെ ഒരു ഇന്റലക്ച്വൽ സ്പേസിന് അവർക്കും എൻജോയ് ചെയ്യാനുള്ളതും ഇതിലുണ്ട്. പക്ഷെ അപ്പോഴും ഈ ഡയറക്ടേഴ്സ് ബ്രില്യൻസ് എന്ന് പറഞ്ഞ പോലെ നമ്മൾ ചെറിയ ചില സാറ്റലൈറ്റീസ് ഉണ്ടാവും. അത് നോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവർ വന്നിട്ട് പറയും നിങ്ങൾ ആ സമയത്ത് അങ്ങനെ ഒന്നും നോക്കിയില്ലേ, അത് ഇങ്ങനെ അവിടെ ഒരു ഹൈ ഉണ്ട്. എൻ്റെ അമ്മ ഇത് കിട്ടിയല്ലേ. ഇത് വളരെ റെയർ ആയിട്ടുള്ള ആൾക്കാരാണ് വന്നിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത്. എനിക്ക് ഭയങ്കര റെസ്പെക്ട് ആണ്.